ഹായ്, അപ്പോൾ എല്ലാവർക്കും പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്? നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ 2 വീഡിയോകൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോർമലി എന്താണ് റിവിഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ടൈം കളയാൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, ദശരഥൻ്റെ സൈന്യത്തിലെ കുതിരകളെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? സിന്ധു കാംഭോജത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ ദശരഥൻ്റെ സൈന്യത്തിലെ കുതിരകളെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? സിന്ധു കാംഭോജത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഒന്നുകൂടി, ദശരഥൻ്റെ സൈന്യത്തിലെ കുതിരകളെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? സിന്ധു കാംഭോജത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. അടുത്ത ചോദ്യം, രാമൻ ഇന്ദ്രനോട് ആരുടെ ജീവന് വേണ്ടിയാണ് അപേക്ഷിച്ചത്? രാമൻ ഇന്ദ്രനോട് ആരുടെ ജീവന് വേണ്ടിയാണ് ആരുടെ ജീവന് വേണ്ടിയിട്ടാണ്? യുദ്ധത്തിൽ മരിച്ച വാനരന്മാരുടെ ജീവന് വേണ്ടിയാണ് രാമൻ അപേക്ഷിച്ചത്. അപ്പോൾ നമ്മുടെ രാമൻ ഇന്ദ്രനോട് ആരുടെ ജീവന് വേണ്ടി അപേക്ഷിച്ചു? യുദ്ധത്തിൽ മരിച്ച വാനരന്മാരുടെ ജീവന് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ രാമൻ ഇന്ദ്രനോട് ആരുടെ ജീവന് വേണ്ടി അപേക്ഷിച്ചു? യുദ്ധത്തിൽ മരിച്ച വാനരന്മാരുടെ ജീവന് വേണ്ടി അപേക്ഷിച്ചു. അടുത്ത ചോദ്യം, രാമൻ്റെ ശിരസിൻ്റെ രൂപം മായയാൽ സീതയുടെ മുന്നിൽ കൊണ്ടുവച്ച വ്യക്തി ആരാണ്? അത് രാവണനാണ്. അപ്പോൾ രാമൻ്റെ ശിരസിൻ്റെ ആ ഒരു രൂപം മായയാൽ സീതയുടെ മുന്നിൽ കൊണ്ടുവച്ചതാരാണ്? അത് രാവണനാണ്. അപ്പോൾ രാമൻ്റെ ശിരസിൻ്റെ രൂപം മായയായിട്ട് സീതയുടെ മുന്നിൽ കൊണ്ടുവച്ച വ്യക്തി ആരാണ്? അത് നമ്മുടെ രാവണനാണ്. അടുത്ത്, സേതുബന്ധനത്തിന് രാമനെ സഹായിച്ചെന്ന് പറയുന്ന ചെറിയ ജീവി, നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ള ഒരു പാട്ടൊക്കെ ഉണ്ട്. ആരാണത്? നമ്മുടെ അണ്ണാനാണ്. അപ്പോൾ സേതുബന്ധനത്തിന് രാമനെ സഹായിച്ചെന്ന് പറയുന്ന ആ ഒരു ചെറിയ ജീവി ഏതാണ്? നമ്മുടെ അണ്ണാറക്കണ്ണനാണ്. അപ്പോൾ സേതുബന്ധനത്തിന് രാമനെ സഹായിച്ചെന്ന് പറയുന്ന ചെറിയ ജീവി ഏതാണ്ടാ? നമ്മുടെ അണ്ണാനാണ്. അടുത്ത ചോദ്യം, ക്ഷിപ്രകോപിയായ മുനി ആരാണത്? അത് ദുർവാസാവാണ്. അപ്പോൾ ക്ഷിപ്രകോപിയായ മുനി ആരാണ്? അത് ദുർവാസാവാണ്. ക്ഷിപ്രകോപിയായ മുനി ആരാണ്ട? ദുർവാസാവാണ്. അടുത്ത ചോദ്യം, പിനാകം ആരുടെ വില്ലാണ്? ആരുടെ വില്ലാണ് പിനാകം? അത് ശൂർപ്പണഖയുടെ വില്ലാണ്. അപ്പോൾ പിനാകം ആരുടെ വില്ലാണ്ടാ? അത് ശൂർപ്പണഖയുടെ വില്ലാണ്. അപ്പോൾ പിനാകം ആരുടെ വില്ലാണ്? ശൂർപ്പണഖയുടെ വില്ലാണ്. അടുത്ത്, രാവണൻ്റെ ഭാര്യയുടെ പേര് എന്താണ്? രാവണൻ്റെ ഭാര്യയുടെ പേര് മണ്ഡോദരിയാണ്. അപ്പോൾ രാവണൻ്റെ ഭാര്യയുടെ പേരെന്താണ്ടാ? മണ്ഡോദരി. അപ്പോൾ രാവണൻ്റെ ഭാര്യയുടെ പേരെന്താണ്? മണ്ഡോദരിയാണ്. മനസ്സിലായല്ലോ? രാവണൻ്റെ ഭാര്യയുടെ പേരെന്താണ്? മണ്ഡോദരിയാണ്. അടുത്ത ചോദ്യം, ഏത് സ്ത്രീയാണ് ഹനുമാന് തടസ്സമുണ്ടാക്കുവാൻ നിഴലിൽ പിടിച്ച് വലിച്ച് അപകടപ്പെടുത്തുവാൻ ശ്രമിച്ചത്? ആരാണ്? ഛായാഗ്രഹണിയാണ്. അപ്പോൾ ഏത് സ്ത്രീയാണ് ഹനുമാന് തടസ്സമുണ്ടാക്കാൻ നിഴലിൽ പിടിച്ച് വലിച്ച് അപകടപ്പെടുത്തുവാൻ ശ്രമിച്ചത്? അത് ഛായാഗ്രഹണിയാണ്. ഒന്നുകൂടി, ഏത് സ്ത്രീയാണ് ഹനുമാന് വഴി തടസ്സമുണ്ടാക്കുവാനായിട്ട് നിഴലിൽ പിടിച്ച് വലിച്ച് അപകടപ്പെടുത്തുവാൻ ശ്രമിച്ചത്? അത് ഛായാഗ്രഹണിയാണ്. അടുത്ത ചോദ്യം, ദശരഥന് വേണ്ടി പുത്രകാമേഷ്ടി യാഗം നടത്തിയ വ്യക്തി ആരാണ്? അത് ഋഷ്യശൃംഖനാണ്. അപ്പോൾ ദശരഥന് വേണ്ടി പുത്രകാമേഷ്ടി യാഗം നടത്തിയ വ്യക്തി ആരാണ്ടാ? അത് ഋഷ്യശൃംഖനാണ്. ദശരഥന് വേണ്ടി പുത്രകാമേഷ്ടി യാഗം നടത്തിയ വ്യക്തി ആരാണ്? അത് ഋഷ്യശൃംഖനാണ്. അടുത്ത ചോദ്യം, ഭഗീരഥൻ ശിവനെ തപസ് ചെയ്തത് എവിടെ വെച്ചാണ്? എവിടെ വെച്ചാണ്ടാ? ഗോകർണത്തിൽ വെച്ചാണ്. അപ്പോൾ ഭഗീരഥൻ ശിവനെ തപസ് ചെയ്തത് എവിടെ വെച്ചാണ്? ഗോകർണത്തിൽ വെച്ചാണ്. ഒന്നുകൂടി, ഭഗീരഥൻ ശിവനെ തപസ് ചെയ്തത് എവിടെ വെച്ചാണ്ടാ? ഗോകർണത്തിൽ വച്ചാണ്. അടുത്ത ചോദ്യം, മാനിഷാദ പാടിയതാര്? ആരാണ്? അത് വാൽമീകി മഹർഷിയാണ്. അപ്പോൾ മാനിഷാദ എന്ന് പാടിയതാരാണ്? നമ്മുടെ വാൽമീകി മഹർഷിയാണ്. ഒന്നുകൂടി, മാനിഷാദ എന്ന് പാടിയ വ്യക്തി ആരാണ്? അത് വാൽമീകി മഹർഷിയാണ്. അടുത്ത ചോദ്യം, ആറന്മുള ക്ഷേത്രത്തിലെ കൃഷ്ണനെ എന്തു പേരിൽ അറിയപ്പെടുന്നു? എല്ലാവർക്കും അറിയാം. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആറന്മുള പാർത്ഥസാരഥി എന്നാണ്. അപ്പോൾ ആറന്മുള ക്ഷേത്രത്തിലെ കൃഷ്ണനെ ഏതു പേരിൽ അറിയപ്പെടുന്നു? പാർത്ഥസാരഥി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ആറന്മുള ക്ഷേത്രത്തിലെ കൃഷ്ണനെ ഏതു പേരിൽ അറിയപ്പെടുന്നതാ? പാർത്ഥസാരഥി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു പോയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുക. എന്ന് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഭരതനെ പൂജിക്കുന്ന ക്ഷേത്രം ഏത് ക്ഷേത്രമാണ്? നമ്മുടെ കൂടൽ മാണിക്യ ക്ഷേത്രമാണ്. അപ്പോൾ ഭരതനെ പൂജിക്കുന്ന ക്ഷേത്രം ഏതാണ്? കൂടൽ മാണിക്യ ക്ഷേത്രമാണ്. ഒന്നുകൂടി, ഭരതനെ പൂജിക്കുന്ന ക്ഷേത്രം ഏതാണടാ? കൂടൽ മാണിക്യ ക്ഷേത്രമാണ്. അടുത്ത ചോദ്യം,
ദക്ഷയാഗം നടന്ന സ്ഥലത്തുള്ള ക്ഷേത്രം ഏതാണ്? അത് കൊട്ടിയൂർ ക്ഷേത്രമാണ്. അപ്പോൾ ദക്ഷയാഗം നടന്ന സ്ഥലത്തുള്ള അല്ലെങ്കിൽ നടക്കുന്ന ആ ക്ഷേത്രം ഏതാണ്? അത് കൊട്ടിയൂർ ക്ഷേത്രമാണ്. അപ്പോൾ ദക്ഷയാഗം നടന്ന സ്ഥലത്തുള്ള ക്ഷേത്രം ഏതാണ്? കൊട്ടിയൂർ ക്ഷേത്രമാണ്. അടുത്ത ചോദ്യം, സാധാരണ ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം എത്ര പൂജകൾ നടത്താറുണ്ട്? എത്ര പൂജകളാണ്? 3 പൂജകളാണ് നടത്താറുള്ളത്. ഇപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം എത്ര പൂജ നടത്താറുണ്ടാ? 3 പൂജകളാണ് നടത്താറുള്ളത്. അപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം എത്ര പൂജകൾ നടത്താറുണ്ട്? 3 പൂജകൾ നടത്താറുണ്ട്. അടുത്ത ചോദ്യം, തിരുവനന്തപുരത്ത് കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? ആറ്റുകാൽ ദേവി ക്ഷേത്രം. ഇപ്പോൾ തിരുവനന്തപുരത്ത് കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രമാണ്. ഒന്നുകൂടി, തിരുവനന്തപുരത്ത് കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏത് ക്ഷേത്രമാണ്? ആറ്റുകാൽ ദേവി ക്ഷേത്രമാണ്. അടുത്ത ചോദ്യം, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം എങ്ങനെയുള്ളതാണ്? എങ്ങനെയുള്ളതാണ്? ആദിശേഷനിൽ ശയിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപമാണ്. അപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം എങ്ങനെയുള്ളതാണ്? ആദിശേഷനിൽ ശയിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപമാണ്. അപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം എങ്ങനെയുള്ളതാണ്ട? ആദിശേഷനിൽ ശയിക്കുന്ന മഹാവിഷ്ണുവാണ്. അടുത്ത ചോദ്യം, മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ടുള്ള പ്രതിമയുടെ പേര് എന്താണ്? മനോമയിയാണ്. അപ്പോൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ടുള്ള പ്രതിമയുടെ പേരെന്താണ്ട? മനോമയിയാണ്. മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ടുള്ള പ്രതിമയുടെ പേരെന്താണ്? മനോമയിയാണ്. അടുത്ത ചോദ്യം, നമ്മൾ കുറച്ച് സ്പീഡിൽ പോകുന്നത് നമുക്ക് മാക്സിമം ചോദ്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ചോദ്യം, ലീലാദേവിയെ ഏത് പേരിൽ വാണരുളുവാനാണ് ശ്രീ അയ്യപ്പൻ അനുഗ്രഹിച്ചത്? ഏത് പേരിലാണ്? മാളികപ്പുറത്തമ്മ. അപ്പോൾ ലീലാദേവിയെ ഏത് പേരിൽ വാണരുളുവാനാണ് ശ്രീ അയ്യപ്പൻ അനുഗ്രഹിച്ചത്? മാളികപ്പുറത്തമ്മ എന്ന പേരിൽ ആണ്. ഒന്നുകൂടി, ലീലാദേവിയെ ഏത് പേരിൽ വാണരുളുവാനാണ് ശ്രീ അയ്യപ്പൻ അനുഗ്രഹിച്ചത്? മാളികപ്പുറത്തമ്മ എന്ന പേരിലാണ്. അടുത്ത ചോദ്യം, മകരജ്യോതി തെളിയുന്നത് എവിടെയാണ്? എവിടെയാണ്? നമ്മുടെ ന്യൂസിലേക്ക് കേൾക്കുന്നതാണ്. എവിടെയാണ്? പൊന്നമ്പലമേട്ടിലാണ്. അപ്പോൾ മകരജ്യോതി തെളിയുന്നത് എവിടെയാണ്ട? പൊന്നമ്പലമേട്ടിലാണ് മകരജ്യോതി തെളിയുന്നത്. അപ്പോൾ എവിടെയാണ് മകരജ്യോതി തെളിയുന്നത്? പൊന്നമ്പലമേട്ടിലാണ് മകരജ്യോതി തെളിയുന്നത്. അടുത്ത ചോദ്യം, നൂറ്റാണ്ടുകളായി ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കിടാവിളക്കിൻ്റെ പേര് ഇതാണ്? വലിയ വിളക്കാണ്. അപ്പോൾ നൂറ്റാണ്ടുകളായി ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കിടാവിളക്കിൻ്റെ പേരെന്താണ്ട? വലിയ വിളക്കാണ്. അപ്പോൾ നൂറ്റാണ്ടുകളായി ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കിടാവിളക്കിൻ്റെ പേരെന്താണ്? വലിയ വിളക്ക്. അടുത്ത ചോദ്യം, ഉത്സവങ്ങളുടെ ലക്ഷ്യം എന്താണ്? എന്താണ് ലക്ഷ്യം? ദേവൻ്റെ ആണെങ്കിലും ദേവിയുടെ ആണെങ്കിലും ചൈതന്യം വർദ്ധിപ്പിക്കുക, അതായത് ആ ക്ഷേത്രത്തിൻ്റെ, അതായത് ആ ദേവൻ്റെയും ദേവിയുടെയും ചൈതന്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ഉത്സവം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ഉത്സവങ്ങളുടെ ലക്ഷ്യം എന്താണ്ട? ദേവൻ്റെയോ ദേവിയുടെയോ ചൈതന്യം വർദ്ധിപ്പിക്കുക എന്നാണ് ഉത്സവങ്ങളുടെ ലക്ഷ്യം. ഒന്നുകൂടി, ഉത്സവങ്ങളുടെ ലക്ഷ്യം എന്താണ്ട? ദേവൻ്റെയോ ദേവിയുടെയോ ചൈതന്യം വർദ്ധിപ്പിക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ വിശ്വവിഖ്യാതമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഏതാണ്? നമുക്കെല്ലാവർക്കും അറിയാം, അത് ഗുരുവായൂർ ക്ഷേത്രമാണ്. അപ്പോൾ കേരളത്തിലെ വിശ്വവിഖ്യാതമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഏതാണ്ട? അത് ഗുരുവായൂർ ക്ഷേത്രമാണ്. അപ്പോൾ കേരളത്തിലെ വിശ്വവിഖ്യാതമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഏതാണെന്ന് വെച്ചാൽ അതേതാണ്? അത് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രമാണ്. അടുത്ത്, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപം നടക്കുന്നത് ദിവസം ഏത് ദിവസമാണ്? അത് മകരസംക്രാന്തി ദിവസത്തിലാണ്. അപ്പോൾ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപം നടക്കുന്ന ദിവസം ഏതാണ്ട? അത് മകരസംക്രാന്തിയിലാണ് ലക്ഷദീപം നടക്കുന്നത്. ഒന്നുകൂടി, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപം നടക്കുന്നത് ഏത് ദിവസമാണ്? മകരസംക്രാന്തി ദിനത്തിലാണ് ലക്ഷദീപം നടക്കുന്നത്. അടുത്ത ചോദ്യം, അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചിലർ വിചാരിക്കും ഈ ചോദ്യമൊക്കെ അറിയാമല്ലോ, എനിക്കറിയാമല്ലോ, പക്ഷേ എന്താണ്, ഒരു 80% പേർക്കും ഈ പേരുകളൊക്കെ ചിലപ്പോൾ അവർ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം എവിടെയാണ്? ആലപ്പുഴയിലാണ്. അടുത്ത്,
ശ്രീകൃഷ്ണൻ ഏത് രാജവംശജനാണ്? ഏത് രാജവംശജനാണ്? യാദവ വംശജനാണ്. ശ്രീകൃഷ്ണൻ ഏത് രാജവംശജനാണ്? യാദവ വംശം. അപ്പോൾ ശ്രീകൃഷ്ണൻ ഏത് വംശജനാണ്? യാദവ വംശമാണ്. അടുത്ത്, വിശ്വാമിത്രൻ്റെ തപസ്സിന് ഭംഗം വരുത്തുവാൻ ശ്രമിച്ച ദേവസുന്ദരി മേനകയാണ്. അപ്പോൾ വിശ്വാമിത്രൻ്റെ തപസ്സിന് ഭംഗം വരുത്തുവാൻ ശ്രമിച്ച ദേവസുന്ദരി ആരാണ്? മേനകയാണ്. വിശ്വാമിത്രൻ്റെ തപസ്സിന് ഭംഗം വരുത്തുവാൻ ശ്രമിച്ച ദേവസുന്ദരി ആരാണ്? അത് മേനകയാണ്. ഒന്നുകൂടി, വിശ്വാമിത്രൻ്റെ തപസ്സിന് ഭംഗം വരുത്തുവാൻ ശ്രമിച്ച ദേവസുന്ദരി ആരാണ്ടാ? അത് മേനകയാണ്. അടുത്ത ചോദ്യം, ശ്രീരാമനെ സഹായിച്ചതിന് കിട്ടിയ സമ്മാനം എന്താണ്? ആർക്കാണ് സമ്മാനം കിട്ടിയ? ആ ചോദ്യം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ആർക്കാണ്? പുറത്ത് 3 വര കിട്ടിയ ആർക്ക്? നമ്മുടെ അണ്ണാർക്കണ്ണന്. അപ്പോൾ ശ്രീരാമനെ സഹായിച്ചതിന് കിട്ടിയ സമ്മാനം എന്താണ്? പുറത്ത് 3 വര. നമ്മളതൊക്കെ പണ്ട് നഴ്സറിയിലൊക്കെ പാട്ടിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ശ്രീരാമനെ സഹായിച്ചതിന് 3 വര കിട്ടിയ വ്യക്തി ആരാണ്? നമ്മുടെ അണ്ണാറക്കണ്ണനാണ് 3 വരകൾ കിട്ടിയത്. അടുത്ത ചോദ്യം, ശത്രുഘ്നൻ എന്ന പേര് നൽകാൻ കാരണമെന്ത്? എന്താണ് കാരണം? ശത്രു സംഹാരം ചെയ്യുന്ന ചക്രത്തിൻ്റെ അവതാരമായതിനാലാണ് ശത്രുഘ്നൻ എന്ന പേര് നൽകാൻ കാരണം. അപ്പോൾ ശത്രുഘ്നൻ എന്ന പേര് നൽകാൻ കാരണം എന്താണ്? ശത്രു സംഹാരം ചെയ്യുന്ന ചക്രത്തിൻ്റെ അവതാരമായതിനാലാണ് ശത്രുഘ്നൻ എന്ന പേര് നൽകാൻ കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് ശത്രുഘ്നൻ എന്ന പേര് നൽകാൻ കാരണം? ശത്രു സംഹാരം ചെയ്യുന്ന ചക്രത്തിൻ്റെ അവതാരമായതിനാണ് ശത്രുഘ്നൻ എന്ന പേര് നൽകാൻ കാരണം ആയത്. അടുത്ത ചോദ്യം, സുഗ്രീവൻ അയച്ച വാനരസേന അംഗങ്ങൾ ആരെല്ലാമാണ്? അംഗദൻ, ജാംബവാൻ, മൈനഥൻ, വിരിതൻ, തുങ്കൻ, നളൻ, ശരഭൻ, സുഷ്ണൻ, ഹനുമാൻ. അപ്പോൾ സുഗ്രീവൻ അയച്ച വാനരസേനയിലെ അംഗങ്ങൾ ആരെല്ലാമാണ്? അംഗദനുണ്ട്, ജാംബവാനുണ്ട്, മൈനഥനുണ്ട്, വരിതനുണ്ട്, തുങ്കനുണ്ട്, നളനുണ്ട്, ശരഭനുണ്ട്, സുഷ്ണനുണ്ട്, ഹനുമാനുണ്ട്. അപ്പോൾ നമ്മുടെ സുഗ്രീവൻ അയച്ച വാനരസേനയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്ട? അംഗദൻ, ജാംബവാൻ, മൈനഥൻ, വിരിതൻ, തുങ്കൻ, നളൻ, ശരഭൻ, സുഷ്ണൻ, ഹനുമാൻ. അടുത്ത ചോദ്യം, ശൂർപ്പണഖയുടെ മൂക്കും മുലയും കാതും അരിഞ്ഞ വ്യക്തി ആരാണ്? നമ്മുടെ ലക്ഷ്മണനാണ്. അപ്പോൾ ശൂർപ്പണഖയുടെ മൂക്കും മുലയും കാതും അരിഞ്ഞ ആരാണ്? ലക്ഷ്മണനാണ്. ഒന്നുകൂടി, നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണിത് ഈ ഒരു വീഡിയോയിലെ. ശൂർപ്പണഖയുടെ മൂക്കും മുലയും കാതും അരിഞ്ഞ വ്യക്തി ആരാണ്? നമ്മുടെ ലക്ഷ്മണനാണ്. ലക്ഷ്മണനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ നമ്മൾ ഇന്ന് തുടങ്ങിയ ചോദ്യം തൊട്ട് നമുക്ക് ഇന്ന് നിർത്തിയ ചോദ്യം വരെ പഠിച്ചിട്ട് ഈ ഒരു വീഡിയോ എന്ത് ചെയ്യാം? നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയ ചോദ്യം, ദശരഥൻ്റെ സൈന്യത്തിലെ കുതിരകളെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? സിന്ധു കാംബോജത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. അടുത്ത്, രാമൻ ഇന്ദ്രനോട് ആരുടെ ജീവന് വേണ്ടി അപേക്ഷിച്ചു? യുദ്ധത്തിൽ മരിച്ച വാനരന്മാരുടെ ജീവന് വേണ്ടി അപേക്ഷിച്ചു. അടുത്ത്, രാമൻ്റെ ശിരസിൻ്റെ രൂപം മായയാൽ സീതയുടെ മുന്നിൽ കൊണ്ടുവച്ച വ്യക്തി ആരാണ്? രാവണനാണ്. സേതുബന്ധനത്തിന് രാമനെ സഹായിച്ചെന്ന് പറയുന്ന ചെറിയ ജീവി ആരാണ്? അത് അണ്ണാനാണ്. അടുത്ത്, ക്ഷിപ്രകോപിയായ മുനി ആരാണത്? ദുർവാസാവാണ്. പിനാകമാരുടെ വില്ലാണ്? ശൂർപ്പണഖയുടെ വില്ലാണ്. രാവണൻ്റെ ഭാര്യയുടെ പേര് എന്താണ്? മണ്ഡോദരിയാണ്. ഏത് സ്ത്രീയാണ് ഹനുമാന് തടസ്സമുണ്ടാക്കുവാൻ നിഴലിൽ പിടിച്ചു വലിച്ച് അപകടപ്പെടുത്തുവാൻ ശ്രമിച്ചത്? അത് ഛായാഗ്രഹണിയാണ്. ദശരഥന് വേണ്ടി പുത്രകാമേഷ്ടി യാഗം നടത്തിയ വ്യക്തി ഋഷ്യശൃംഖൻ. ഭഗീരഥൻ ശിവനെ തപസ് ചെയ്തത് എവിടെ വച്ച്? ഗോകർണത്തിൽ വച്ച്. മാനിഷത എന്ന് പാടിയ വ്യക്തി ആരാണ്? വാൽമീകി മഹർഷിയാണ്. ആറന്മുള ക്ഷേത്രത്തിലെ കൃഷ്ണനെ എന്തു പേരിൽ അറിയപ്പെടുന്നു? പാർത്ഥസാരഥി എന്നറിയപ്പെടുന്നു. ഭരതനെ പൂജിക്കുന്ന ക്ഷേത്രം ഏതാണ്? കൂടൽമാണിക്യ ക്ഷേത്രം. ദക്ഷയാഗം നടന്ന സ്ഥലത്തുള്ള ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രം. സാധാരണ ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം എത്ര പൂജകൾ നടത്തുന്നു? 3 പൂജകൾ നടത്തുന്നു. തിരുവനന്തപുരത്ത് കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം എങ്ങനെയുള്ളതാണ്ട? ആദിശേഷനിൽ ശയിക്കുന്ന മഹാവിഷ്ണുവാണ്. മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ടുള്ള പ്രതിമയുടെ പേര് എന്താണ്? മനോമയിയാണ്. ലീലാദേവിയെ ഏത് പേരിൽ വാണരുളുവാനാണ് ശ്രീ അയ്യപ്പൻ അനുഗ്രഹിച്ചത്? മാളികപ്പുറത്തമ്മ. മകരജ്യോതി തെളിയുന്നത് എവിടെയാണ്? പൊന്നമ്പലമേട്ടിലാണ്. നൂറ്റാണ്ടുകളായി ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന കെടാവിളക്കിൻ്റെ പേര് എന്താണ്? വലിയ വിളക്ക്. ഉത്സവങ്ങളുടെ ലക്ഷ്യം എന്താണ്ടാ?
ദേവൻ്റെയാണെങ്കിലും ദേവിയുടെയാണെങ്കിലും ചൈതന്യം വർദ്ധിപ്പിക്കുക. കേരളത്തിലെ വിശ്വവിഖ്യാതമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഏതാണ്? എല്ലാവർക്കും അറിയാം, ഗുരുവായൂർ ക്ഷേത്രമാണ്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപം നടക്കുന്ന ദിവസം എപ്പോഴാണ്? മകരസംക്രാന്തിയാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ശ്രീകൃഷ്ണൻ ഏത് രാജവംശജനാണ്? യാദവ വംശജനാണ്. വിശ്വാമിത്രൻ്റെ തപസ്സിന് ഭംഗം വരുത്തുവാൻ ശ്രമിച്ച ദേവസുന്ദരി ആരാണ്? മേനകയാണ്. ശ്രീരാമനെ സഹായിച്ചതിന് കിട്ടിയ സമ്മാനം, ആർക്കെന്ത് സമ്മാനമാണ് കിട്ടിയത്? നമ്മുടെ അണ്ണാറക്കണ്ണന് പുറത്തെന്ത് ചെയ്തു? 3 വര കിട്ടി. ശത്രുഘ്നൻ എന്ന പേര് നൽകാൻ കാരണം എന്താണ്? ശത്രു സംഹാരം ചെയ്യുന്ന ചക്രത്തിൻ്റെ അവതാരമായതിനാണ് എന്ത് ശത്രുഘ്നന് ആ ഒരു പേര് കിട്ടിയത്. സുഗ്രീവൻ അയച്ച വാനര സേനാംഗങ്ങൾ ആരെല്ലാമാണ്ട? അംഗദൻ, ജാംബവാൻ, മൈനഥൻ, വരിതൻ, തുങ്കൻ, നളൻ, ശരഭൻ, സുഷ്ണൻ, ഹനുമാൻ. അടുത്ത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ചോദ്യം എന്താണ്? ശൂർപ്പണഖയുടെ മൂക്കും മുലയും കാതും അരിഞ്ഞ വ്യക്തി ആരാണ്? നമ്മുടെ ലക്ഷ്മണനാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളുമാണ് ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നല്ല വൃത്തിയായിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചങ്ങ് പോകും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.